സോ അങ്ങനെ റിജക്ഷൻസ് എല്ലാം കിട്ടിയിട്ട് ഇനി എന്തെന്നറിയാണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോഴാണ് ലൈഫിൽ അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ സെപ്റ്റംബർ 2022 അന്നാണ് ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് UK ഫ്ലൈറ്റ് കയറിയത്. സോ ഇന്ന് 2024 സെപ്റ്റംബർ ആണ്. ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. സോ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി NHSൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാണ്. ആൻഡ് ഇൻ ദിസ് വീഡിയോ ഞാൻ വിചാരിച്ചു ഐ വിൽ ഷെയർ യു മൈ ലൈഫ് സ്റ്റോറി, എൻ്റെ UK ജേർണി, എനിക്കുണ്ടായ സ്ട്രഗിൾസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് എങ്ങനെ NHSൽ ജോബ് കിട്ടി. ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇതൊരു ചെറിയ സ്റ്റോറി പോലെയാണ്. ഐ തോട്ട് ഐ ടെൽ യു. ആൻഡ് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ടിപ്സ്, ഫ്യൂ ടിപ്സ്, ഒത്തിരി ഒന്നുമില്ല, ഒരു 2-3 മിനി ടിപ്സ് പറഞ്ഞുതരാമെന്നുണ്ട്. സോ മേക്ക് ഷുവർ യു വാച്ച് ദ വീഡിയോ ടിൽ എൻഡ്. സോ എൻ്റെ UK ലൈഫിൻ്റെ സ്റ്റോപ്പ് നമ്പർ 1 മിഡിൽസെക്സ്. സോ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേരാണ് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി. ആൻഡ് ഞാൻ എടുത്ത കോഴ്സ് മാസ്റ്റേഴ്സ് ഇൻ കാർഡിയോളജി. ഈ കോഴ്സ് വന്നിട്ട് 1 ഇയർ കോഴ്സാണ്. പക്ഷെ എൻ്റെ കോഴ്സിന് നമുക്ക് ഇന്റേൺഷിപ്സോ ജോബ് പ്ലേസ്മെൻറ്റോ ജോബ് സെക്യൂരിറ്റിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വിച്ച് മീൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മുടെ ജോബ് കണ്ടുപിടിക്കണം. സോ വന്നു കഴിഞ്ഞു. ഫസ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളും ഇനീഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാം എടുക്കുമായിരുന്നു. BRP, NI നമ്പർ, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെയൊക്കെ. ഈ പ്രോസസ്സ് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് UK വന്നിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഡു വാച്ച് ഇറ്റ്. ആൻഡ് സോ ഫസ്റ്റ് ഫ്യൂ വീക്സ് വന്നിട്ട് ഫുൾ പേപ്പർ വർക്ക്, സോർട്ടിങ്, സെറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിലുള്ള പൈസ പയ്യെ പൊട്ടി തുടങ്ങി. പയ്യെ ഒന്നുമല്ല, നല്ല വേഗത്തിൽ തന്നെയാണ് പൊട്ടി തുടങ്ങി. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിയർലി 1 lakh എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അവിടുത്തെ 1 lakh ഇസ് ഹിയർ 1000 pounds. ഫുൾ 1000 pounds ആയിട്ട് എടുത്തിട്ട് വന്നില്ല, ബട്ട് സംവെയർ അറൗണ്ട് 800 pounds ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കയ്യിലുള്ള പൈസ പെട്ടെന്ന് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ബിക്കോസ് നമ്മൾ ട്രാവൽ ചെയ്യണം, ഓയിസ്റ്റർ കാർഡ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഇറ്റ്സ് ലൈക്ക് ഓക്കെ, യു ഹാവ് ടു ഫൈൻഡ് എ ജോബ് ആസ് സൂൺ ആസ് പോസിബിൾ. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും മനസ്സിലായിക്കോളും. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ അയക്കുക എന്നുള്ളത് അത്രയും ഫീസിബിൾ ആയിട്ടൊരു മെത്തേഡ് അല്ല, അത്രയും ഈസി അല്ല. കാരണം വാല്യൂ റേറ്റിൻ്റെ ഒക്കെ വ്യത്യാസം കാരണം. സോ എൻ്റെ റെൻറ്റ് തന്നെ 500 pounds ആയിരുന്നു. സോ അത് 500 pounds തന്നെ പോയി കഴിയുമ്പോൾ ബാക്കി നമ്മുടെ കയ്യിലുള്ള 350 pounds. സോ ഇനീഷ്യൽ നമ്മുടെ ട്രാവൽ എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസിന് തന്നെ ആ പൈസ പോകുമല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് ഒരു പാർട്ട് ടൈം ജോബിന് കയറണം എന്നുള്ളത്. സോ പാർട്ട് ടൈം ജോബ് എന്താ ചെയ്യുക, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ഇൻഡീഡും അറിയാവുന്ന ആൾക്കാരുടെ അടുത്തും, അറിയാവുന്നതെന്ന് വെച്ചാൽ ഒത്തിരി അറിയാവുന്ന ആൾക്കാരില്ല, ബട്ട് യൂണിയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, റിസപ്ഷൻ, ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. സോ അവിടെയൊക്കെ പോയി ചോദിക്കാൻ തുടങ്ങി, ഓക്കെ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടോ. ആൻഡ് ചെറിയ ഷോപ്സിൽ ഒത്തിരി ചോദിച്ചില്ലെങ്കിലും അത്യാവശ്യം ഓക്കെ ജോബ് വേണം എന്നുള്ളൊരു ഫേസിൽ അത്യാവശ്യം അന്വേഷിക്കാൻ തുടങ്ങി ജോബ്സ്. ബട്ട് ദാറ്റ് വാസ് ഓൾ ബിഗ് ഫെയിലിയേഴ്സ്. എല്ലാ സ്ഥലത്തും നോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ മാസീവ് ഇൻടേക്ക്. ഞാൻ വന്ന ഇയർ, ദാറ്റ് ഈസ് 2022 സെപ്റ്റംബർ ഇൻടേക്ക് വാസ് റിയലി മാസീവ് ആയിരുന്നു. ഭയങ്കര ഒത്തിരി നമ്പർ ഓഫ് പിള്ളേരുണ്ടായിരുന്നു. ആൻഡ് വന്ന സമയമായതുകൊണ്ട് മിക്കവരും അവർ വേണ്ട ജോബ് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ട് അത്യാവശ്യം കുറച്ച് റിജക്ഷൻസ് ഒക്കെ കിട്ടി. പാർട്ട് ടൈം ജോബൊന്നും ഇല്ലാത്ത എൻ്റെ സെക്കൻഡ് മന്ത്. അപ്പോഴാണ് റിയാലിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒരു ജോബിൽ കിട്ടുക. ബട്ട് ഉള്ള 2 പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു അറിയോ? ഒന്നാമത്തെ കാര്യം, പ്രോപ്പർ ഒരു ജോബിന് കയറാനായിട്ട് UK എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ UK എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലില്ല. പിന്നെ സെക്കൻഡ് തിങ്, പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ് ആയിരുന്നു. മോസ്റ്റ് ഓഫ് ദ പ്ലേസസിൽ അവർ പാർട്ട് ടൈമേഴ്സിനെ പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ നിങ്ങൾ ഫുൾ ടൈം ആണോ, വി ആർ റെഡി ടു ഗിവ് എ ജോബ്, ബട്ട് പാർട്ട് ടൈം ആണോ, നോ ഇതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗൂഗിൾ ഹെൽപ്പിന് വന്നത്. ഇരുന്ന് ഗൂഗിൾ ചെയ്താണ് അവസാനം എനിക്ക് മനസ്സിലായത് ഏജൻസീസ് ഇസ് യുവർ എസ്കേപ്പ് പോയിന്റ്. അങ്ങനെ ഞാൻ എൻ്റെ ലൊക്കാലിറ്റിയിലും എൻ്റെ അടുത്തുള്ള ഏജൻസീസ് എല്ലാം ലിസ്റ്റ് എടുത്തിട്ട് ഏജൻസീസിലെല്ലാം അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആൻഡ് യു നോ വാട്ട്, അത്ര സന്തോഷിക്കണ്ട, കാരണം ഏജൻസിയും ഫെയിലിയേഴ്സ് ആയിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ 2 റീസൺസ് തന്നെയായിരുന്നു. പ്രീവിയസ്ലി UK വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, പാർട്ട് ടൈം ആണ്, ആൻഡ് അവർക്ക് DBS അങ്ങനത്തെ പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ട്. സോ അവർ ആ DBS പേപ്പർ വർക്ക് ഒക്കെ ഗിവ് യുവർ ഡീറ്റെയിൽസ് ആൻഡ് നമ്മൾ ലോഗിനും അവരുടെ ഏജൻസിയിൽ രജിസ്റ്റേർഡ് ആയിരുന്നു. ബട്ട് ജോബ് ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ വീട്ടിലിരിക്കുക ചെയ്തേ. ആരും വിളിച്ചില്ല. സെയിം എൻ്റെ സെക്കൻഡ് മന്ത് അങ്ങനെ കടന്നുപോയി. ഈ ഫേസ് ഓഫ് ലൈഫ് അത്ര സുഖമുള്ള ഫേസ് ഒന്നും അല്ലായിരുന്നു. കാരണം സെക്കൻഡ് മന്തായി ജോബൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വീട്ടുകാരോട് ഈ ഒരു ഏജായി, പിന്നെ വീട്ടുകാരോട് എഗെയിൻ പൈസയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ 1000-2000 രൂപയൊന്നും അല്ലല്ലോ ചോദിക്കുന്ന, 50,000-70,000 ഒക്കെ ആയിരിക്കും. കാരണം അത്രയാണ് നമ്മുടെ മന്ത്ലി റെൻറ്റ് വരുന്നത്. യൂണി ലൈഫ്, അതും UK ലൈഫ്, കുറേ ന്യൂ ഫ്രണ്ട്സ്, പീപ്പിൾ, ഭയങ്കര അടിപൊളി വൈബാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ആക്ച്വലി എന്താ പറയുക,
ഒരു മൂഡ് ശരിയല്ല, ഒരു വൈബില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേ ഫേസ് ആയിരുന്നു എനിക്ക്. സോ അങ്ങനെ റിജക്ഷൻസ് എല്ലാം കിട്ടിയിട്ട് ഇനി എന്തെന്നറിയാണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എൻ്റെ സെക്കൻഡ് മന്ത്. സ്റ്റോപ്പ് നമ്പർ 3, സ്പോർട്സ് ഡയറക്റ്റ്. സോ സ്പോർട്സ് ഡയറക്റ്റ് എന്താണെന്ന് നാട്ടിലുള്ളവർക്ക് നാട്ടിൽ നിന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മേ ബി സ്പോർട്സ് ഡയറക്റ്റ് എന്താണെന്ന് അറിയില്ല. സോ സ്പോർട്സ് ഡയറക്റ്റ് ഇസ് UK വൺ ഓഫ് ദ ടോപ്പ് റീറ്റെയിൽ ഷോറൂം ആണ് ഇൻ സ്പോർട്സ്. നമ്മുടെ നാട്ടിലെ ഡിക്കാത്തലോൺ പോലെയെല്ലാം ഇവർക്ക് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. ആൻഡ് വൺ ഓഫ് ദ ടോപ്പ്, ആസ് ഐ സെഡ്, വൺ ഓഫ് ദ ടോപ്പ് സ്പോർട്സ് റീറ്റെയിൽ ഷോപ്സ് ആണ്. സോ അവിടെ എനിക്ക് ജോലി കിട്ടി. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എനിക്ക് എങ്ങനെയാണ് അവിടെ ജോലി കിട്ടിയെന്ന്. ഈ ദൈവദൂതൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങളുടെ പുതിയ ഹൗസ് ഓണർ വന്നിട്ട് ഹി വാസ് എ സൂപ്പർവൈസർ ഇൻ സ്പോർട്സ് ഡയറക്റ്റ്. സോ പുള്ളിയായിട്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങൾ കുറച്ച് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ് ടു പാർട്ട് ടൈം, വരാനായിട്ട് താല്പര്യമുണ്ടെന്ന്. അപ്പോഴുണ്ടല്ലോ ശരിക്കും മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ സെക്കൻഡ് മന്ത് എൻ്റെ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബൈ സി യു ഇൻ UK, ഞാൻ ലണ്ടനിൽ പോവാന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനേ ആയിരുന്നില്ല. പൈസ ഇല്ല, റെന്റ് കൊടുക്കാൻ ടൈം ആവുന്നു, വീട്ടിൽ നിന്ന് അഗെയിൻ ചോദിക്കാനുള്ള മടി, പുതിയ ഫ്രണ്ട്സും ആൾക്കാരും പുതിയ കൺട്രിയിലൊക്കെയാണ്, പക്ഷെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പുറത്തോട്ട് പോകണമെങ്കിലും പൈസ വേണ്ട. സോ വിന്റർ സീസണിൽ പൊതുവേ ജോബ് വേക്കൻസീസും ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കുറവായിരിക്കും, കാരണം നേരത്തെ ഷോപ്സ് എല്ലാം ക്ലോസ് ചെയ്ത് പോകുന്നത്. സോ ദയവായിട്ട് കറക്റ്റ് ടൈമിനാണ് എനിക്ക് സ്പോർട്സ് ഡയറക്റ്റിൽ ജോബ് കിട്ടിയത്. സോ സ്പോർട്സ് ഡയറക്റ്റിൽ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ സെയിൽസ് ട്രെയിനി ആയിട്ട്. ഐ വാസ് മോസ്റ്റ്ലി ഇൻ ടിൽസ്, നമ്മുടെ കാഷ്യറും ബില്ലിങ്ങും ഒക്കെ ആയിട്ടാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ 3 പേരായിരുന്നു. ഞങ്ങൾ 3 പേര് ഭയങ്കര ഹാപ്പിലി ജോബ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മൈ ജോബ് ഇൻ സ്പോർട്സ് ഡയറക്റ്റ്. റീസൺ 1, ഞാൻ മുമ്പ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഒത്തിരി മേക്കപ്പും ഒത്തിരി അടിച്ച് ഭയങ്കര ഭംഗിയായിട്ടൊന്നും പോകാറില്ലല്ലോ. യൂഷ്വലി നോർമൽ കുർത്തി അല്ലെങ്കിൽ ചുരിദാർ ആയിരിക്കും ഹോസ്പിറ്റൽ യൂഷ്വലി, അല്ലെങ്കിൽ സ്ക്രബ്സ് ആയിരിക്കും, അതിട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ പോണേ. ബട്ട് ഇവിടെ നേരെ ഓപ്പോസിറ്റ്, കുറച്ച് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് കുറച്ച് ഒരുങ്ങിയൊക്കെ പോയിട്ട് പോണ കാരണം നെയിൽസ് എല്ലാം കുറച്ച് നല്ല വലുതായിട്ട് വളർത്തി, ഇഷ്ടമുള്ള നെയിൽ പെയിന്റ് ഒക്കെ അടിച്ച് കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിച്ച് പോണതിൻ്റെ എനിക്ക് ഇറ്റ് വാസ് എ ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു വെൻ കമ്പയർ ടു മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലും എല്ലാം വെച്ച് കമ്പയർ ചെയ്തപ്പോൾ. സോ എനിക്ക് ആക്ച്വലി സ്പോർട്സ് ഡയറക്റ്റിലെ ജോബ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കും. അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഐ വാണ്ട് എ പ്രോപ്പർ ജോബ് ഇങ്ങനത്തെ റീറ്റെയിൽ ഷോപ്സിലല്ല. ദാറ്റ് ഇസ് നോട്ട് വൈ ഐ ആം ഹിയർ. മനസ്സിലെ ഡ്രീം അല്ലെങ്കിൽ എനിക്ക് എവിടെ എത്തിപ്പെടേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സോ ഈ സ്പോർട്സ് ഡയറക്റ്റിലുള്ള സമയത്താണെങ്കിലും ഞാൻ കോൺസ്റ്റൻ്റ്ലി എൻ്റെ ഏജൻസീസ് ആയിട്ട് കോൺടാക്റ്റ് ആയിരുന്നു. ഇത് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ന്യൂ ഓപ്പണിങ്സ് ഉണ്ടോ, ഏതെങ്കിലും സ്ഥലത്ത് പുതിയ ജോബ്സോ പുതിയ എവിടെയെങ്കിലും വേക്കൻസി എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോന്ന്. കണ്ടിന്യൂസ്ലി ഐ വാസ് ഇൻ ടച്ച് വിത്ത് ദം. ബട്ട് അറ്റ് ദ സെയിം ടൈം ലണ്ടനും ഫ്രണ്ട്സും യൂണി ലൈഫൊക്കെ ആയിട്ട് ആൻഡ് ഫസ്റ്റ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഭയങ്കര അടിച്ച് പൊളിച്ച് ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റോപ്പ് നമ്പർ 4, ക്ലെമന്റൈൻ. നമുക്ക് ചിലപ്പോൾ ലോട്ടറി അടിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അടിച്ചൊരു ലോട്ടറിയാണ് ക്ലെമന്റൈൻ ഹോസ്പിറ്റലിലെ ജോബ്. സോ ഞാൻ സ്പോർട്സ് ഡയറക്റ്റിൽ വർക്ക് ചെയ്യുന്ന സെക്കൻഡ് മന്ത് ഓർ തേർഡ് മന്ത് ഇങ്ങനൊരു ജോബ് വേക്കൻസി ഉണ്ടായിരുന്നു ഫോർ എ കാർഡിയാക് ഫിസിയോളജിസ്റ്റ്, ക്ലെമന്റൈൻ ചർച്ചിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ, ജസ്റ്റ് ഐ വിൽ ഗിവ് എ ട്രൈ. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇവിടുത്തെ എങ്ങനെയാണ് ഇന്റർവ്യൂ എന്നൊന്നും അറിയില്ല. സോ ഭയങ്കര എക്സിക്യൂട്ടീവ് സ്റ്റൈലിലൊക്കെ സ്കേർട്ടും ഷർട്ട്, സാറ്റിൻ ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പോയി. ലക്ലി ബൈ ഗോഡ്സ് ഗ്രേസ് ഐ വാസ് ഏബിൾ ടു ക്ലിയർ ദ ഇന്റർവ്യൂ. അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യാൻ പറ്റി. ആൻഡ് ഐ വാസ് ഏബിൾ ടു ഇംപ്രസ് ദർ. ആണ് ലൈഫിൽ ട്വിസ്റ്റ് വന്നത്. അപ്പോൾ അവർ ചോദിച്ചു, ദിസ് ഇസ് എ ഫുൾ ടൈം ജോബാണ് ആൻഡ് യു ആർ സ്റ്റിൽ എ സ്റ്റുഡൻറ്റ്, സോ ഹൗ ആർ യു ഗോയിങ് ടു ടേക്ക് അപ്പ് ദിസ് ജോബ് ഇഫ് വി ആർ ഓഫറിംഗ് യു ദിസ് ജോബ് എന്ന് പറഞ്ഞു. സോ എൻ്റെ മനസ്സിൽ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇത് ഫുൾ ടൈം ജോബാണ്. പിന്നെ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാരോട് പറയാൻ പറ്റില്ലല്ലോ, ചേട്ടാ ചേച്ചി ഞാൻ ഇതുവരെ UK ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, അത് കാരണം ഞാൻ വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഐ നോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എനിവേസ് ഞങ്ങൾ റിസൾട്ട് പറയാം, ഇൻ 2 days വി വിൽ ലെറ്റ് യു നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. അപ്പം ആ സമയത്ത് എനിക്ക് സന്തോഷിക്കണോ സങ്കടം ആവണോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഇന്റർവ്യൂ ആൻഡ് ഐ വാസ് ഏബിൾ ടു ക്രാക്ക് മൈ ഫസ്റ്റ് ഇന്റർവ്യൂ ഇറ്റ് സെൽഫ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് എ മെയിൽ ടെല്ലിംഗ് ദാറ്റ് എനിക്ക് ഐ ഗോട്ട് ദ ജോബ്, അത് ഫുൾ ടൈം പൊസിഷൻ ആണ്, യു ക്യാൻ ടേക്ക് അപ്പ് ദ ജോബ് എന്ന് പറഞ്ഞിട്ട്. ഐ വാസ് ലൈക്ക്, ഐ കോൾഡ് ആൻഡ് കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു. സോ ഐ കോൾഡ് മൈ മാനേജർ ആൻഡ് ടോൾഡ് ലൈക്ക് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ അപ്പോൾ എനിക്ക് വന്നൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഡു യു വാണ്ട് ടു സ്വിച്ച് ദ വിസ ബിക്കോസ്
they are ready to offer me visa for the job. So എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ സ്റ്റുഡൻറ്റ് പീരീഡ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഡയറക്റ്റ്ലി വർക്ക് വിസ തരാമെന്നാണ് പറഞ്ഞത്. ഐ വിൽ ബി വർക്കിംഗ് ആസ് എ സീനിയർ കാർഡിയക് ഫിസിയോളജിസ്റ്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട്. ആൻഡ് അവരുടെ HR ടീമിൽ നിന്നൊക്കെ മെയിൽ ചെയ്തു, ഇഫ് യു ആർ ഹാപ്പി ടു ടേക്ക് അപ്പ് ദിസ് ഓഫർ പ്ലീസ് റെസ്പോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ പറയണ്ടത്, ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്ത സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ചലഞ്ചിങ് സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ എല്ലാവരുടെയും ഡ്രീമാണ് ടു ഗെറ്റ് എ ജോബ്. ആൻഡ് ഞാൻ ഇവിടെ വന്നിട്ട് വിത്തിൻ 4-5 months എനിക്ക് ജോബും വിസയും എല്ലാം കിട്ടി. ഐ വിൽ ഹാവ് ടു ഡ്രോപ്പ് മൈ മാസ്റ്റേഴ്സ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഇല്ല നീ ആലോചിച്ച് തീരുമാനിക്കും, യു നോ അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. എൻ്റെ കരിയർ അല്ലേ, എൻ്റെ ഫ്യൂച്ചർ അല്ലേ, യു മേക്ക് ദ ഡിസിഷൻ എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, മാസ്റ്റേഴ്സ്. ഐ വിൽ ബി കണ്ടിന്യൂയിങ് മൈ സ്റ്റുഡൻറ്റ് വിസ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഓഫർ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ജോബ് ഞാൻ നോ പറഞ്ഞു. ദാറ്റ് ടു വാസ് വൺ ഓഫ് ദ ഡ്രീം ജോബ്സ്. ആഫ്റ്റർ 2 days I got another call from my manager telling that so since I told no, they considered the second candidates, but the second candidate ന് വിസയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, so it takes some time to resolve that issue. So അതുവരെ are you willing to do part time job? എൻ്റെ ദൈവമേ, ഇത് പിന്നെയും എനിക്ക് വയ്യ, ലൈഫിൽ പിന്നെയും ലോട്ടറി അടിച്ചു. അപ്പം ഐ വാസ് ലൈക്ക്, ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര വില്ലിംഗ് ആണ്. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഇൻ ഡൂയിങ് പാർട്ട് ടൈം. നമുക്ക് 20 hours per week ആണ്. സോ എനിക്ക് 20 hours per week ചെയ്യാനായിട്ട് ഐ വാസ് മോർ ദാൻ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ സി യു ദെൻ കം ടു ഹോസ്പി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ റിയലൈസ് ചെയ്തത് ക്ലെമന്റൈൻ ഇസ് എ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. സോ പ്രൈവറ്റ് ഹോസ്പിറ്റലും എനിക്ക് അവർലി പെയ്ഡ് ആയിരുന്നു. സോ ഞാൻ വർക്ക് ചെയ്യുന്ന ഈച്ച് അവർ വൈസ് ആണ് അവർ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വീക്ക്ലി പേയോ മന്ത്ലി പേയോ ഒന്നുമല്ലായിരുന്നു. വിച്ച് മീൻസ് നോർമലി നമുക്കൊരു NHS ജോബിൽ കിട്ടുന്നേക്കാളും ഒത്തിരി കൂടുതലായിരിക്കും നമ്മൾ പ്രൈവറ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. സ്പോർട്സ് ഡയറക്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇറ്റ് വാസ് എ ഹ്യൂജ് ഡീൽ ഫോർ മീ. സോ സ്പോർട്സ് ഡയറക്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അവർലി പേ ആയിരുന്നു. ആൻഡ് ദാറ്റ് ടു ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വാസ് എ റിയലി ബിഗ് ഡീൽ. സോ ആ സമയത്ത് ഐ വാസ് ലൈക്ക്, ഓക്കെ ഫ്രണ്ട്സ്, വെൻ ആർ വി ഗോയിങ് ഫോർ ഷോപ്പിംഗ്? അങ്ങനെ ലൈഫ് വാസ് അടിപൊളിയായിരുന്നു. യൂണി ആണെങ്കിലും ഇവിടുത്തെ യൂണി സ്റ്റുഡൻറ്റ് ലൈഫ് ഇസ് നോട്ട് ദാറ്റ് സ്ട്രെസ്ഫുൾ. ഭയങ്കര ലെക്ചേഴ്സ് ആണെങ്കിലും പ്രൊഫസേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ നമുക്ക് ഈസിലി അപ്രോച്ചബിൾ ആണ്. ആൻഡ് ക്ലാസ്സസും ഒക്കെ ഭയങ്കര ഹെക്റ്റിക് ഷെഡ്യൂൾ ആയിരിക്കില്ല. വീക്ക്ലി 2 അല്ലെങ്കിൽ 3 ഒക്കെ ആയിരിക്കും നമുക്ക് ക്ലാസ് ഉള്ളൂ, അതും ഫിക്സ്ഡ് അവേഴ്സ്. അപ്പോൾ ക്ലാസ്സും ഫ്രണ്ട്സും ഔട്ടിങ്ങും ഒക്കെ ആയിട്ട് പിന്നെ അത്യാവശ്യം നമുക്ക് സാലറിയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈഫ് വാസ് ഭയങ്കര കളർഫുൾ ലൈഫായിരുന്നു. അപ്പോഴാണ് മനസ്സിൽ ഇതാണ് UK എന്നൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയത്. സ്റ്റോപ്പ് നമ്പർ 5, മൈ ഡ്രീം NHS ജോബ്. അങ്ങനെ ക്ലെമന്റൈനിൽ ലൈഫെല്ലാം നല്ല സ്മൂത്തായിട്ട് യൂണി ഡേയ്സ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോകുമ്പോഴാണ് എൻ്റെ മാനേജർ എന്നെ വിളിച്ച് പറയണേ, ആ സെക്കൻഡ് കാൻഡിഡേറ്റ് അവിടെ വരാനുണ്ടായിരുന്ന ആളുടെ വിസ വർക്ക്സ് എല്ലാം ഓൾമോസ്റ്റ് ആവാറായി, ഇൻഡയറക്ട്ലി മീൻസ് എൻ്റെ ജോലി പോവാറായി എന്നാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് അന്ന് അഡ്വൈസ് തന്നായിരുന്നു, ഇനിയും പ്രൈവറ്റ് ജോബ്സ് നോക്കുന്നതിനേക്കാളും പ്രൈവറ്റ് ജോബ്സ് ആർ ഡെഫിനറ്റ്ലി വിൽ പേ യു മോർ, പക്ഷെ എപ്പോഴും ബെറ്റർ ചെസ്സിൽ നോക്കുന്നതായിരിക്കും. ബിക്കോസ് നമുക്ക് ആ ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുമല്ലോ. NHS ആണ് എൻ്റെ ഡ്രീം ജോബ്. ചെറുപ്പം മുതലേ മീൻസ് അത്ര ചെറുപ്പം മുതലല്ല, കോളേജിലൊക്കെ പഠിച്ചു തുടങ്ങുന്ന ആ സമയത്ത് മുതൽ ഓക്കെ പുറത്ത് പോയിട്ട് NHSൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു എനിക്ക് എൻ്റെ ഒരു വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ ലൈഫ് ഗോളായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഫോക്കസും തോട്ടും മൈൻഡിൽ മൊത്തം ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഓക്കെ NHS ജോബിൽ കയറണം. പിന്നെയും നമ്മൾ അന്ന് അടച്ചു വെച്ച ലാപ്ടോപ്പ് പിന്നെയും തുറന്നു ഗൂഗിൾ ചെയ്യാൻ നോക്കി NHS ജോബ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സോ NHS ജോബ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. NHS ജോബ് അപ്ലൈ ചെയ്യണമെങ്കിൽ NHS ജോബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. സോ ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരോ ജോബ്സ് അവർ പോസ്റ്റ് ചെയ്യും, ഓൾ ദ ജോബ്സ്. സോ അതനുസരിച്ച് നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആ ജോബ് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങണം. 10 to 15 ജോബ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. 3-4 എനിക്ക് റെസ്പോൺസ് വന്നു. ദാറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിന് വരാനായിട്ട്. ആൻഡ് ഇൻ്റർവ്യൂ ചിലത് ആ സ്റ്റെപ്പിൽ ഞാൻ റിജക്റ്റഡ് ആയി. 2 ജോബ്സ് റിജക്റ്റഡ് ആയി. ആൻഡ് ബട്ട് അതെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയായിരുന്നു, എന്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ആൻസർ ആയിരിക്കും അവർക്ക് വേണ്ടത്, അങ്ങനത്തെ അവരുടെ പാറ്റേണും എല്ലാം മനസ്സിലായി തുടങ്ങി. സോ ആവറേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു 10 to 15 ജോബ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഈ 10 to 15 ജോബ്സിൽ എനിക്കൊരു 5 റെസ്പോൺസസ് വന്നു. ആ 5 റെസ്പോൺസസിൽ 3 റിജക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെയും ഒരു ഫ്യൂ ആപ്ലിക്കേഷൻസ് ലൈക്ക് ഒരു 5 ആപ്ലിക്കേഷൻസും കൂടെ പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം 2 ജോബ് ഓഫേഴ്സ്. ഫസ്റ്റ് വന്നിട്ട് നോട്ടിംഗമിലായിരുന്നു
ആൻഡ് സെക്കൻഡ് വന്നിട്ട് ഇൻ ലണ്ടൻ ആണ്, റാഡ്ഫോർഡിലായിരുന്നു. സോ ഈ നോട്ടിംഗത്തിൽ ഇതിന് വേണ്ടി ഐ ട്രാവൽഡ്. ഞാൻ ലണ്ടനിലായിരുന്നു, ഹെൻഡനിലാണ് നിന്നത്. സോ ഹെൻഡനിൽ നിന്ന് ഓൾ ദ വേ ഐ വെൻറ്റ് ടു നോട്ടിംഗം. സോ ഞാൻ അത്രയും ട്രാവൽ ചെയ്തത് ഫസ്റ്റ് ടൈമാണ്. UK എനിക്ക് എങ്ങനെ അത്രയും ദൂരം, ബിക്കോസ് ഇവിടുത്തെ ഉള്ള ട്രാൻസ്പോർട്ട് ആയിരിക്കില്ല. ഇത് ഗ്രേറ്റർ ലണ്ടൻ ആൻഡ് റെഡ് ബസ്സും റെഡ് ബസ്സൊക്കെയാണ്. ഞാൻ ട്രാമിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നോട്ടിംഗത്തിൽ കൂടുതലും ട്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതെല്ലാം തന്നെ പോയി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡും തോന്നി. ആൻഡ് എന്തോ ഭയങ്കര ഒരു ഇറ്റ് വാസ് എ ഭയങ്കര ഗുഡ് ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് ആ ഇൻ്റർവ്യൂവും ക്ലിയർ ചെയ്യാൻ പറ്റി. ഐ കുഡ് ഇംപ്രസ് ദ ഇൻ്റർവ്യൂ ബോർഡ്. അത് റിസൾട്ട് അപ്പം തന്നെ അവർ പറയില്ല കേട്ടോ, ഒരു 2 days കഴിയുമ്പോഴായിരിക്കും അവർ മെയിൽ ചെയ്യണേ. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇവിടെ ഒരു ജോബ്, ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും ട്രസ്റ്റിലും എനിക്കൊരു ജോബ് ഓഫർ ഉണ്ടായിരുന്നു. സോ ഐ അറ്റൻഡ്. ഇവിടുത്തെ ജോബ് ഓഫർ ഇൻ്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. സോ അതും അറ്റൻഡ് ചെയ്തു. ആൻഡ് എനിക്ക് 2 ജോബും കിട്ടി. ഇവിടുത്തതും നോട്ടിങ്ങും കിട്ടി, ലണ്ടൻ നോട്ടിങ്ങും. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോഴാണ് ലൈഫിൽ അടുത്ത ട്വിസ്റ്റ് വരുന്നത്. എന്താണെന്നറിയോ, അതിന് മുമ്പ് വരെ റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ചിലവർ എന്താ ചെയ്യുന്നത്, ഈ ഡെസിറ്റേഷൻ, അതായത് ലാസ്റ്റ് 6 months നമ്മുടെ റിസർച്ച് ആയിരിക്കും. ആ റിസർച്ച് പേപ്പർ നമുക്ക് പിന്നെ ആണെങ്കിലും പയ്യെ തന്നെ ജോബിൻ്റെ കൂടെ ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വിസ സ്വിച്ച് ചെയ്യുന്ന കുറേ പേരുണ്ട്. എൻ്റെ കറക്റ്റ് ആ സെപ്റ്റംബർ, ഐ തിങ്ക് ആ റൂള് പാസ്സായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിൽ റൂള് പാസ്സായി. സ്റ്റുഡൻറ്റ് ടേം തീരാണ്ട് ആർക്കും വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു കർത്താവ് പിന്നെയും പണി കിട്ടിയോന്ന് വിചാരിച്ചു. എന്തോ എൻ്റെ പ്രോസസ്സെല്ലാം ഞാൻ പയ്യെ കുറച്ചൊന്ന് ഡിലേ ആക്കിയായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എനിക്കത് എൻ്റെ കയ്യിൽ ഐ ഹാവ് ദിസ് റെഡി ആണെങ്കിൽ പോലും ഞാൻ കുറച്ച് പയ്യെ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സബ്മിറ്റ് ചെയ്യണേ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും മറ്റേ ഡോക്യുമെൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പയ്യെ ആയിരിക്കും സബ്മിറ്റ് ചെയ്യണേ. ആൻഡ് എൻ്റെ കോഴ്സ് തീരുന്നത് September 30th ആണ്. എൻ്റെ കോഴ്സ് ടേം അക്കോർഡിംഗ് ടു ദ യൂണിവേഴ്സിറ്റി എൻ്റെ കോഴ്സ് കംപ്ലീഷൻ ഡേറ്റ് വാസ് ഓൺ September 30. സോ ഞാൻ എൻ്റെ UKVIയിൽ എൻ്റെ ആപ്ലിക്കേഷൻ ടു ചേഞ്ച് ദ വിസ ഫ്രം സ്റ്റുഡൻറ്റ് വിസ ടു വർക്ക് വിസ സബ്മിറ്റ് ചെയ്തത് October 1st ആയിരുന്നു. സോ അതെനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു, കാരണം ആ റൂൾ ഇപ്പം മാറിയുള്ളൂ. ആൻഡ് അതോ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ്, അത് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ ഡേറ്റ് ആണോ അതോ കോഴ്സ് കംപ്ലീഷൻ്റെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണോ അവർ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ എന്തൊക്കെ വിചാരിച്ചാലും കർത്താവേ കാത്തോളണേന്ന് പറഞ്ഞിട്ട് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കാത്തു. അപ്പോൾ കറക്റ്റ് ആ ഒരു 3 weeks ബാക്കാണ് എൻ്റെ ക്ലെമൻറ്റൈനിൽ പുതിയ സ്റ്റാഫ് ജോയിൻ ചെയ്തത്. അപ്പോൾ കറക്റ്റ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ശരിക്കും ദൈവം അനുഗ്രഹിച്ചിട്ടാണ് കേട്ടോ. കറക്റ്റ് എനിക്ക് എൻ്റെ പ്രൈവറ്റ് ജോബിൽ നിന്ന് ഇറങ്ങി വിത്തിൻ 3 weeks ഞാൻ വർക്ക് വിസ വെച്ചു. ആൻഡ് അതിൻ്റെ വിസ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. ആപ്ലിക്കേഷൻ വാസ് സക്സസ്ഫുൾ. എനിക്ക് എൻ്റെ പുതിയ വിസ കിട്ടി. അപ്പോൾ പുതിയ വിസ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമല്ലോ. സോ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചേട്ടനും ഫാമിലിയൊക്കെ ദുബായിലാണ്, ചേട്ടൻ്റെ ഫാമിലി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഒരു 2 weeks ഉണ്ടായിരുന്നു. ആൻഡ് ഐ കെയിം ബാക്ക് ആൻഡ് ഐ ജോയിൻ റാഡ്ഫോർഡ് ഹോസ്പിറ്റലിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്തത് ഇവിടെ ലണ്ടൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാൻ ജോബിന് കയറിയിട്ട് നിയർലി 1 year ആവുന്നു. സോ എൻ്റെ ജോബ് എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ജോബ് എന്താണെന്ന് പറഞ്ഞില്ല. ഐ എം വർക്കിംഗ് ആസ് എ സീനിയർ കാർഡിയാക് ഫിസിയോളജിസ്റ്റ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ദ ലാസ്റ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇത് ഭയങ്കരമായിട്ട് വലിയ ടിപ്സ് ഒന്നും അല്ല. ഇത് എൻ്റെ UK ലൈഫ് സ്റ്റോറീസിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും NHS ജോബിന് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. നമ്പർ 1, എനിക്ക് ദൈവം അനുഗ്രഹിച്ചിട്ടോ ലക്ലി എനിക്ക് അത്രയും സ്ട്രഗിൾ ഉണ്ടായില്ല ഇൻ UK. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ സെയിം ഫോർ എവ്രിബഡി. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ട്. നമ്മുടെ സമയത്ത് നടക്കും എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ സമയമായിരിക്കണം എന്നില്ല വേറൊരാൾക്ക്, അങ്ങനെ ഉണ്ടാവും. സോ ഇപ്പോൾ എനിക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ വേറെ ഫ്രണ്ടിന് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ എ NHS ജോബ്, സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ആണ് ആ ആപ്ലിക്കേഷനിൽ അവരല്ലാണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സോ അങ്ങനെ എല്ലാം നോക്കും. സർട്ടിഫിക്കറ്റ്സ് നോക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാൻ പോണത് ആ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആണ്. ആ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോളം. ആ കോളത്തിൽ വി ആർ ഗോയിങ് ടു ഒരു സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാകും. ദാറ്റ് കോളത്തിൽ നമ്മൾ ഒരു ബ്രീഫായിട്ട് പറയുകയാണ് വൈ യു ഷുഡ് ടേക്ക് മീ ആൻഡ് ഞാൻ എന്തുകൊണ്ടാണ് ഫിറ്റ് ഫോർ ദ ജോബ് എന്ന്. സോ അത് എത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് എഴുതാൻ പറ്റുന്നോ ദാറ്റ് ഈസ് ദ ഗെയിം ചേഞ്ചർ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഫ്രീലാൻസ് ആയിട്ട് നമ്മുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ചെയ്തു തരാം, ആപ്ലിക്കേഷൻ ചെയ്തു തരാം എന്നൊക്കെ പറയണത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. അത് കുറച്ച് പെയ്ഡ് ആയിട്ട് ഇവിടെ സ്റ്റുഡൻസ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇഫ് യു കുഡ് ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്
അതായിരിക്കും വെൽ ആൻഡ് ഇനഫ്. ബിക്കോസ് യു നോ നിങ്ങളുടെ പ്ലസ് ഏതൊക്കെയാണ്, സ്ട്രെങ്ത് ഏതൊക്കെയാണ്, ബെറ്റർ ദാൻ സംബഡി എൽസ് റാൻഡംലി ഫില്ല് ചെയ്യുന്നതിനേക്കാളും. ആൻഡ് ടിപ്പ് നമ്പർ 3, ഇൻ്റർവ്യൂ ചെല്ലുമ്പോഴത്തേക്കും ഡ്രസ് ഗുഡ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയ പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് എനിക്ക് സിൻസ് ഐ വാസ് വർക്കിംഗ് ഇൻ ക്ലെമന്റൈൻ ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു ഗെറ്റ് ഇൻ ടു എൻ NHS. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുമ്പം അവർ നമ്മളെ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യും ദാൻ ദ അതർ കാൻഡിഡേറ്റ്സ്. ആരും എനിക്ക് പറയാനുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ ഒരു റീറ്റെയിൽ ഷോപ്സിലൊക്കെ കയറുകയാണെങ്കിൽ, ഐ എം നോട്ട് റീറ്റെയിൽ ഷോപ്സിൻ്റെ ജോബ് നല്ലതല്ല, വേറെ ജോബ്സ് ഒന്നും നല്ലതല്ല എന്നല്ല ഞാൻ പറയണത്. നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ജോബ് ചെയ്താലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ബേസിക് കെയർ ഹോമിൽ പോയാലും പൈസ ഉണ്ടാക്കാൻ പറ്റും, റീറ്റെയിലിൽ നിന്നാലും പൈസ ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ എക്സ്പെൻസിനുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ വർക്ക്സിനും ഹാവ് ദെയർ ഓൺ ഡിഗ്നിറ്റി, ആ റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. ബട്ട് വാട്ട് എവർ ജോബ് യു ഗോ ഇൻ ടു, ജസ്റ്റ് കുറച്ച് പൈസ ഉണ്ടാക്കാണ്ട് നിങ്ങൾക്ക് എന്ത് ഗോളാണ് വേണ്ടതെന്ന് വെച്ചാൽ keep that in mind. So this is all that I want to tell you about my NHS journey, and by God's grace everything is going good. If you're new to my channel, ഞാൻ അത്ര ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും വീഡിയോസ് ഇടുന്നില്ല, ബട്ട് ഐ എം ട്രൈങ് ടു ബി മോർ കൺസിസ്റ്റൻറ്റ് ഇപ്പോൾ. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക് എല്ലാവരും പറയണ പോലെ. ഓക്കെ, സോ സീ യു, ബൈ ബൈ.